ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ കർത്താവ് ഓർപ്പിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രത്യേകിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 3, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപയാൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ടുന്ന 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 1 to 6 കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലാതിരുന്നവർ അതിൻ്റെ ഹെഡിങ് മാത്രം നോട്ട് ചെയ്താട്ട് ബാക്കി നിങ്ങൾ കാസറ്റ് നിങ്ങൾ കേട്ടാട്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യത, അതിൻ്റെ മെയിൻ സബ്ജക്റ്റ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോസസ്. യേശു മോശയേക്കാൾ വലിയവൻ. അല്ലെങ്കിൽ ക്രൈസ്റ്റ് സുപ്പീരിയർ ടു മോസസ്. അതിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. വി മേ ഡിവൈഡ് ഇൻറ്റു 3. ഒന്ന്, ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്, വേഴ്സ് 1 to 6. വേഴ്സ് 1 to 6. Second portion, consequences of Israel's unbelief. ഇസ്രായേൽ മക്കളുടെ അവിശ്വാസത്തിനുണ്ടായിരിക്കുന്ന പരിണിത ഫലം. Consequences of Israel's unbelief. Verse 3 to 11. Verse 3 to 11. മൂന്നാമത്തത്, warning against unbelief. Warning against unbelief. Chapter 12, verse 12 to 19, 12 മുതൽ 19 വരെയുള്ള ഭാഗം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, കഴിഞ്ഞ 2 ക്ലാസ്സിലാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ടുള്ളത് യേശു മോശയേക്കാൾ വലിയവൻ. ആ യേശു മോശയേക്കാൾ വലിയവനെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് മോശയും യേശുവും തമ്മിലുള്ള താരമ്യം പറഞ്ഞിട്ടാണ് 2 പ്രധാനപ്പെട്ട വ്യത്യാസം പറഞ്ഞത്. ഒന്ന്, താരമ്യം വന്നത് മോശ ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് അവിടെ കാണുന്നു. യേശുവും വിശ്വസ്തനായത്. 2 പേരുടെ ഒരേ ക്വാളിറ്റിയാണ് ഫെയ്ത്ത്ഫുൾനെസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ച വിഷയമാണ്. 2 വ്യത്യാസങ്ങളുണ്ട്. 2 വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ വ്യത്യാസം, മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒന്നായിരുന്നപ്പോൾ യേശുവാണ് ഭവനം ചമയ്ക്കുവാനായി, യേശു ക്രിസ്തുവാണ് ഭവനം ചമയ്ക്കുവാൻ ഇടയായിത്തീർന്നത്. മോശ ഭവനമായിരുന്നു. രണ്ടാമത്തെ വ്യത്യാസം, മോശ ആ ഭവനത്തിൽ ദാസനായിരുന്നു, യേശുവോ അധികാരമുള്ള പുത്രനായിട്ട്. ഈ 2 വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്. അതേ തുടർന്ന് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് അതിൻ്റെ 6-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ, വേഴ്സ് 6, 6-ാമത്തെ വാക്യം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ആരാ ഭവനം. നമ്മൾ കാണുകയുണ്ടായി ആരാ ഭവനം. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് വരെ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് വരെ ദൈവത്തിൻ്റെ ഭവനമെന്ന് പറയുന്നത് ഏതായിരുന്നു? ദേവാലയം, ഈ ലോകത്തിൽ പണി കഴിക്കപ്പെട്ടതായിരിക്കുന്ന ആലയമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കടന്നു വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾ അവിടെ വന്നു. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്, നമ്മൾ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ഇവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ട ഭാഗമാണ് അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. ആ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വേഴ്സ് 7, 7-ാമത്തെ വാക്യം. ഇന്നത്തെ ഹെഡിങ് നിങ്ങൾ നോട്ട് ചെയ്താട്ട്, കോൺസിക്വൻസസ് ഓഫ് ഇസ്രായേൽസ് അൺബിലീഫ്. ഒന്ന് നോട്ട് ചെയ്താട്ട്, കോൺസിക്വൻസസ് ഓഫ് ഇസ്രായേൽസ് അൺബിലീഫ്. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ പോകുന്നത് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരിക്കും ചിന്തിക്കുവാൻ പോകുന്നത്. അതിന് പ്രാരംഭമായിട്ട് 7 മുതൽ 11 വരെയുള്ള വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട് അതിനുശേഷം നമുക്ക് ആ വേഴ്സിലേക്ക് നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ അതുകൊണ്ട്
ഏതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു? നമ്മൾ കൊണ്ട് അവസാനിപ്പിച്ച ഭാഗം, മുകളിൽ ഉദ്ധരിച്ച ഭാഗങ്ങൾ, 2 ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, ഇത് യഹൂദന്മാരോടാണ് ഇത് പറയുന്നത്. യഹൂദന്മാർക്ക് മോശെ എന്ന് പറയുന്നത് ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അവർ കൊടുത്തിരിക്കുന്നത് മോശയ്ക്കാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നതും അവരുടെ പിതാക്കന്മാരെ വഴി നടത്തിയതും എല്ലാം മോശയാണ്. അതുകൊണ്ട് മോശയ്ക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ സ്ഥാനത്തിൽ നിൽക്കുന്ന മോശയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, മോശ വിശ്വസ്തനായിരുന്നു. എന്നിട്ട് പറയുകയാണ്, യേശുവും വിശ്വസ്തനാകുന്നു. മോശ വിശ്വസ്തനായിരുന്നിട്ടും സംഭവിച്ച ഒരു വീഴ്ചയാണ് അടുത്ത വാക്യം പറയുന്നത്. അവിടെ പറയുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ പണ്ട് നടന്ന ഒരു സംഭവത്തെ പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്പോഴത്തെ വിഷയമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, മോശ വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞിട്ട് യേശുവും വിശ്വസ്തനാകുന്നു എന്ന് പറയുക. മോശ വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗം തുടങ്ങുന്ന ഇപ്രകാരമാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ അരുളി ചെയ്തു. എന്താ അരുളി ചെയ്യുന്നത്? നിങ്ങൾ എന്തുപോലെ ആകരുത്, പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ മസ്സാ നാളിലെയോ മെരിബാ നാളിലെയോ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആകരുത്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കുന്ന മോശയുടെ അനുയായികൾ ആരായി മാറ്റപ്പെട്ടു? അവിശ്വസ്തരായി തീരുവാൻ. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്. വിശ്വസ്തനായിരിക്കുന്ന മോശയുടെ അനുയായി ആരായി മാറ്റപ്പെട്ടു? അവിശ്വസ്തരായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മോശ വിശ്വസ്തനായിരുന്നു എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ തന്നെയും, ദൈവം സാക്ഷ്യം കൊടുത്തെങ്കിൽ തന്നെയും, മോശയുടെ കൂടുള്ളവർ ആരായി മാറ്റപ്പെട്ടു? അവിശ്വസ്തരായി മാറ്റപ്പെട്ടു. പൗലോസ് വീണ്ടും പറയുന്നു, കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനാകുന്നു. എന്നിട്ട് താഴെ പറയുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? നിങ്ങളുടെ ഹൃദയം എന്തുപോലെ ആകരുത്, അന്നത്തെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ യേശുവും വിശ്വസ്തനാകുന്നു. ബട്ട് യേശുവിൻ്റെ അനുയായികളോ ആരാകാൻ സാധിക്കും? മനസ്സിലായോ? ആദ്യത്തെ പവന് മനസ്സിലായോ? കർത്താവ് ആദ്യം നമ്മൾ ചിന്തിച്ചു വന്നത് മോശ വിശ്വസ്തനാകുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചുവെങ്കിൽ, അതേ മോശ നടത്തിക്കൊണ്ടുവന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവരെല്ലാവരും ആരായി മാറ്റപ്പെട്ടു? അവിശ്വസ്തര. 2 പേർ മാത്രമേ അതിനകത്ത് രക്ഷപ്പെടുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും, നമ്മൾ ഇന്ന് രാത്രി ആ വിഷയത്തിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും, ബാക്കി എല്ലാവരും അവിശ്വസ്തരായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം, ഒരു നേതൃത്വം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ബാക്കിയുള്ള അനുയായികൾ. കാരണം പലപ്പോഴും അനുകരിക്കുവാനുള്ള മാതൃക എന്ന് പറയുന്നത് നടത്തുന്നവരെ പോലെ ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ നടത്തുന്നവർ വിശ്വസ്തരാകുന്നുവെങ്കിലും അവിശ്വസ്തരായിരിക്കുന്ന ഒരു കൂട്ടത്തെ അവിടെ കാണുകയാണ്. മോശയുടെ കാലത്ത് അവിശ്വസ്തരായ കൂട്ടമുണ്ടെന്ന് പറഞ്ഞ പോലെ യേശുവും വിശ്വസ്തനായിരുന്നെങ്കിൽ തന്നെയും യേശു ഇന്ന് നയിക്കുന്ന ഒരു കൂട്ടം, അഥവാ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം എന്താകാൻ ചാൻസ് ഉണ്ട്? അന്നത്തെ പോലെ അവിശ്വസ്തതയുള്ളവരാകുവാൻ ചാൻസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ഇൻഡിവിജ്വലായിട്ട് അവിശ്വസ്തരാകാതെ ഇരിക്കണമെന്നുള്ളത്. എന്താണ് അവിശ്വസ്തരാകുവാനുള്ള കാരണം? എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചായിരിക്കുന്ന പ്രശ്നം? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ അതിൻ്റെ താഴത്തെ ഭാഗം പറയുന്നത്, വായിച്ചാട്ട് ആ വാക്യം ഒരിക്കൽ കൂടെ, 8ാമത്തെ വാക്യം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് Psalm 95 verse 8 to 11. Psalms 95 verse 7 to 11 വായിച്ചാട്ട്. 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ ഇതേ കോട്ടിങ്സ് ആണ് നമ്മൾ കാണുവാൻ പോകുന്നത്. Psalm 95, സങ്കീർത്തനം 95, 7 മുതൽ 11 വരെയുള്ള ഭാഗം.
അവിടെ ആദ്യം പറയുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദാവീദ് വർണ്ണിച്ച് അവസാനം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മൾ ആരായിരിക്കുന്നു, അവൻ്റെ കൈക്കലെ ആടായിരിക്കും. എന്നിട്ട് താഴെ പറയുക നെക്സ്റ്റ് വേർഡ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങൾ അവൻ്റെ കൈക്കലെ ആടാകുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് താഴെ പറയുക. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുപോലെ ആകരുത്, മെരിബായോ അല്ലെങ്കിൽ മസ്സാ നാളിനെ പോലെയോ ആകരുത്. എന്താണ് ഈ മെരിബ അല്ലെങ്കിൽ മസ്സാ നാൾ? നമ്മൾ തിരിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ട്, വേഴ്സ് 9 ഒന്ന് വായിച്ചാട്ട്. 9. ആണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മസ്സാ നാൾ അല്ലെങ്കിൽ മെരീബ നാൾ എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻസിനെ മാത്രമല്ല ഇവിടെ വെളിപ്പെടുത്തുന്നത്, പിന്നെയോ നീണ്ട 40 വർഷത്തെ പ്രയാണത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുക. അഥവാ ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണം 40 വർഷത്തെ പ്രയാണ കാലമാണ് ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഠിനമാക്കിയുള്ളതായിരിക്കുന്ന പ്രാക്ടിക്കൽ തുടർന്നുള്ളതായിരിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണെന്നോ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വന്നത് ഈ മെരീബ നാളോ മസ്സാ നാളോ എന്ന് പറയുന്ന ഒരു ഇൻസിഡൻസിനെ കുറിച്ച് മാത്രമല്ല പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നീണ്ട 40 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണമാണോ ഇതിൻ്റെ പിന്നിൽ പശ്ചാത്തലമായിരിക്കുന്നത്. 40 വർഷത്തെ അവരുടെ മരുഭൂ പ്രയാണം എന്തായിരുന്നു? അവരുടെ മരുഭൂ പ്രയാണത്തിൻ്റെ പ്രത്യേകത അതേ വാക്യം താഴെ നമ്മൾ കാണുന്നുണ്ട്. അവർ എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ എന്തോ ചെയ്തു, ശോധന ചെയ്തു. അപ്പോൾ ഈ 40 വർഷത്തെ മരുഭൂ പ്രയാണം ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തുന്ന സമയങ്ങളായിരുന്നു. അഥവാ ദൈവം തൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുത്തിക്കൊണ്ട്. ശ്രദ്ധിച്ചോണം ഞാൻ ഈ പറയുന്ന ഓരോ വേർഡുകൾ. ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയായിരുന്നു. ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അധീനതയിൽ നിന്ന് വിടുവിക്കുന്ന സമയം മുതൽ യോശുവ വാഗ്ദത്ത നാട് അവകാശമാക്കി കൊടുക്കുന്നതിന് മുമ്പ് അതിനുശേഷവും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. എന്നാൽ ഈ ബിറ്റ്വീൻ ഈ 40 years ഇൻ വിൽഡർനെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ ദൈവം തൻ്റെ പ്രവൃത്തി എന്തായിരുന്നു ഇവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കണം. മെരീബ നാൾ മസ്സാ നാൾ എന്ത്? വായിച്ചോട്ടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്, വേഴ്സ് 7. അതിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് പിടികിട്ടും. വായിച്ചോട്ടെ 6 and 7 വേഴ്സ്. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മുൻപിൽ നിൽക്കും, നീയോ. അപ്പോൾ ദൈവം മോശയ്ക്ക് അവിടെ കൊടുത്ത ഒരു ഉത്തരവാണ്, നീ പാറയെ അടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇസ്രായേൽ മക്കൾക്ക് 2 സന്ദർഭങ്ങളിലാണ് പാറയിൽ നിന്ന് വെള്ളം കിട്ടിയത്. ഒന്നാമത് ഈ ഹോരേബിൽ വെച്ചാണ്. ഈ ഹോരേബിൻ്റെ പാറയുടെ മുൻപിൽ പാറയുടെ അടുക്കൽ നിൽക്കുമ്പോൾ ദൈവം ഇവരോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ പാറയെ അടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം ദൈവം പറഞ്ഞു നീ പാറയെ അടിക്കാൻ പറഞ്ഞു. എന്നാൽ 2ാമത്തെ വട്ടം ദൈവം എന്താ പറഞ്ഞു മോശയോട്, നീ പാറയോട് കൽപ്പിക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഇസ്രായേൽ മക്കൾക്ക് പാറയിൽ നിന്ന് വെള്ളം കിട്ടി. എന്നാൽ ഇത് 1ാമത്തെ സമയം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ പാറയെ അടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അത് കൽപ്പിച്ചു, മോശെ അത് ചെയ്തു. എന്നാൽ താഴെ വായിച്ചോട്ടെ അടുത്ത വാക്യം. അപ്പോൾ മോശ ആ സ്ഥലത്തിന് കൊടുത്ത പേരാണ് മസ്സ എന്നും മെരീബ എന്നും. ആ മസ്സ എന്നും മെരീബ എന്നും പേര് കൊടുക്കുവാനുള്ള കാരണം ഇസ്രായേൽ മക്കളുടെ 2 സ്വഭാവങ്ങളാണ് ഈ സ്ഥലത്ത് വെച്ച് വെളിപ്പെടുവാനിടയായത്. ഒന്ന്, ദൈവത്തെ അവർ പരീക്ഷിച്ചു. മസ്സ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടെംപ്റ്റേഷൻ, പരീക്ഷിക്കുക. 2,
നമ്മൾ മെരിബ എന്ന് കാണുന്നുണ്ട്. മെരിബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കലഹം, ക്വാറൽ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഈ രണ്ട് സ്വഭാവങ്ങളെയാണ് ആ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് വെളിപ്പെടുവാനായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ഈ രണ്ട് സ്വഭാവങ്ങളെ അവിടെ വെളിപ്പെടുവാനിടയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ദൈവം ഇവരെ വെള്ളമില്ലാത്തൊരിടത്തേക്ക് നടത്തി. ഇതിനകത്തൊരു വളരെ ഡീപ്പ് മിസ്റ്ററി ഉണ്ട്. വായിച്ചാട്ട് അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 17th chapter verse 1 ഒന്ന് വായിച്ചാട്ട്. പ്രയാണം. സി, അവിടെ പറയുന്ന ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണം. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ഇവർ എങ്ങനെ യാത്ര തിരിച്ചു എന്നുള്ളത് അവിടെ വളരെ ക്ലിയറാണ്. ഇവർ യാത്ര പോയത് എങ്ങനെയാ? യഹോവയുടെ കൽപ്പന പ്രകാരം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ കൂടെയാണ്. ദൈവം ഇവരോട് കൽപ്പിച്ചത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് രഫീദീമിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ എന്തില്ലായിരുന്നു? വായിച്ചാട്ട് അതേ വാക്യം, വെള്ളമില്ല. അപ്പോൾ ദൈവം മുന്നമേ കണ്ടു. ഇതാരാ ഇത് നടത്തിയത്? സ്വർഗത്തിലെ ദൈവം. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവർ പ്രയാണം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുമായിരിക്കാം ദൈവം നമ്മെ നടത്തുന്ന മുഴുവൻ എങ്ങോട്ടായിരിക്കും? പച്ചപ്പുൽമേടുകൾ. നമ്മുടെ ഒരു കൺസെപ്റ്റ് അതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഒരു വ്യക്തിയെ നയിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ കെരീത്ത് തോട്ടിലേക്കായിരിക്കാം ദൈവം നയിക്കുന്നത്. ആ കെരീത്ത് തോട്ടം നിനക്ക് നിന്റെ ലൈഫ് ലോങ് അനുഗ്രഹം തരുവാനുള്ള ഉറവിടമായിട്ട് ദൈവം കാണുന്നില്ലായിരിക്കാം. ദൈവം നിനക്ക് അടുത്തൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണം അവരെ കൊണ്ടെത്തിച്ചത് രഫീദീമില. രഫീദീമിൻ്റെ അവസ്ഥ എന്താ? അവിടെ കുടിപ്പാൻ വെള്ളമൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെള്ളമില്ലാത്തൊരു സ്ഥലത്തിലേക്കാണ് ആര് കൊണ്ട് നടത്തിയത്? ഇത് എങ്ങനെയാണ് നടന്നത്? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം. എന്നാൽ ഇവിടെ എന്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഇവരെ അങ്ങോട്ട് നടത്തിയത് ഒറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു. ചുറ്റുപാടുകൾ മുഴുവൻ പാറയുള്ളപ്പോൾ പാറ മാത്രമേ കാണുന്നുള്ളൂ. ഈ പാറയിൽ നിന്ന് വെള്ളം കിട്ടാൻ ഒരു മാർഗമില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൽ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുവാനുണ്ടായിരുന്നു. ഇവരുടെ വെളിപ്പെടുവാനായിട്ടിടയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ സ്വഭാവം വെളിപ്പെട്ടുവെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കും. എന്നാൽ ഈ ഇറങ്ങിത്തിരിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? വായിച്ചാട്ട് 1 Corinthians chapter 10. 1 Corinthians ലേഖനം 10-ാം അധ്യായം, 1 Corinthians chapter 10 verse number 1 to 3, 1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇവരുടെ അവസ്ഥകളെ ഒന്ന് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു. യെസ്, സി, ഈ പ്രത്യേകം ഈ ജനത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം ദൈവം ഇവരെ എങ്ങനെയാണ് പുറപ്പെടുവിച്ചത്? ബലമുള്ള കൈകൊണ്ട്. എവിടുന്നാണ് ദൈവം പുറപ്പെടുവിച്ചത്? മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന്. മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന് ദൈവം തൻ്റെ ബലമുള്ള കൈ കൊണ്ട് വിടുവിച്ചപ്പോൾ ഈ വിടുവിക്കുന്ന സമയത്ത് ഇവർക്ക് വിടുതൽ വേണമായിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും ഒന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമായിരുന്നു. ശ്രദ്ധിക്കാൻ പറയുന്ന വേർഡ്. ദൈവം തൻ്റെ ബലമുള്ള കൈ കൊണ്ടാണ് ഇവരെ വിടുവിച്ചത്. ഇവരുടെ ഒരു എഫേർട്ടും അതിന് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവർക്ക് വിടുതൽ ആവശ്യമായിരുന്നെങ്കിൽ ഇവർ ഒരു കാര്യം വിശ്വസിക്കണമായിരുന്നു. എന്തായിരുന്നു? എന്ത് വിശ്വസിക്കണമായിരുന്നു? ഞാൻ ആദ്യത്തെ സ്റ്റെപ്പാണ് പറഞ്ഞു. ഇവരെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന സമയത്ത് ദൈവം തന്നെ ഫറവോന്റെ കയ്യിൽ നിന്ന് ബലമുള്ള ഭുജത്താൽ ദൈവം വിടുവിച്ചു. ദൈവമല്ലേ വിടുവിച്ചത്? ഇവരുടെ ആരുടെയും ഒരു എഫേർട്ടും ഇല്ലായിരുന്നു. എന്നാൽ ഇവർക്ക് വിടുതൽ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഇവർ ഒന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തുവാ ചെയ്യേണ്ടതായിട്ട് വന്നേ? എന്താ ഇവർ ചെയ്യേണ്ടതായിട്ട് വന്നേ? നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. എന്ത് പ്രവൃത്തിയാണെന്നുള്ളത് ഞാൻ ചോദിച്ചു. ഒരു പ്രവൃത്തി ചെയ്യണം. എന്താ വരുന്നത്? എന്താ, എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുക? എങ്ങനെ അത് പ്രവൃത്തിയായിട്ട് വെളിപ്പെട്ടെ? സി, ഇവരെന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഇവരെല്ലാവരും ഒരു ചോരത്തളി പെസഹ ആചരിക്കണം. എന്തോ പെസഹ?
സംഹാരൻ അവരുടെ ഭവനത്തിൽ കടക്കാതിരിപ്പാൻ തക്കവണ്ണം ഒരു മൃഗത്തെ കൊന്ന് അതിന് രക്തമെടുത്ത് എന്ത് ചെയ്യണം? കട്ടിൽ കാൽബ് കുറുമ്പടിമേൽ തളിക്കണം. അപ്പോൾ ഈ പുറപ്പെട്ട ജനം എല്ലാവരും ആരായിരുന്നു? പെസഹ ആചരിച്ചവരെന്ന് പറഞ്ഞാൽ വേറെ രീതി പറഞ്ഞ ഇവരെല്ലാവരും ആരായിരുന്നു? വിശ്വാസികൾ. അപ്പോൾ ഈ ഇറങ്ങിത്തിരിച്ചവരെല്ലാവരും ആരായിരുന്നു? വിശ്വാസികൾ. അപ്പോൾ ഒന്നുപോലുമില്ല അവിശ്വാസം ഉണ്ടായിരുന്നവർ. ഇനിഷ്യലി വിശ്വാസമുള്ള ഇസ്രായേൽ മക്കളാണ് അവിടെ ചെല്ലാഞ്ഞത്. എൻ്റെ പോയിന്റ് അവിടെയാ. ഇവർ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചവരാകുന്നുവെങ്കിലും ഇവർക്കാർക്കും വാഗ്ദത്ത നാട്ടിൽ ചെല്ലുവാൻ സാധിച്ചില്ല, 2 പേർക്കൊഴികെ. അപ്പൊ ഈ വിശ്വാസമുണ്ടായിരുന്ന ഒരു ജനം, അവർ വിശ്വാസത്താൽ തുടങ്ങി. ഈ തുടക്കത്തിൽ ദൈവം അവരെ വിടുവിച്ചു. പിന്നീട് അവരുടെ അനുഭവം എന്തായിരുന്നു? അവിടെ പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും എവിടെയായിരുന്നു? മേഘത്തിൻ കീഴിലായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നടന്നിരുന്നത് എങ്ങനെയാണ് നടന്നത്? ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ മറവിലാണ് നടന്നത്. മേഘസ്തംഭം എന്ത് വെളിപ്പെടുത്തുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസ്. അപ്പോൾ ഇവരെല്ലാം നടന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാവരും ആരായിരുന്നു? വിശ്വാസികൾ. വിശ്വാസികളായിട്ട് ഇറങ്ങിത്തിരിച്ചവർ. ഇവർക്കെല്ലാവർക്കും ഇറങ്ങിയ സമയം മുതൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന മേഘ പ്രസൻസിന് കീഴിലാണ് അവർ യാത്ര ചെയ്തത്. അവർ സമുദ്രത്തിൽ കൂടെ അവർ സഞ്ചരിച്ചു, അവർ മേഘത്തിന് കീഴിൽ അവർ സഞ്ചരിച്ചു. എന്നാൽ ഈ സഞ്ചരിച്ച് പോകുമ്പോൾ അവർക്ക് കൊടുത്തതെന്ന് പറയുന്നത്, അവർ ഭക്ഷിച്ചത് ആത്മീയ ആഹാരമാണ്. അവർ കുടിച്ചത് ഏതായിരുന്നു? ആത്മീയ പാനീയം. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് കുടിച്ചത്? ഈ ജനം മുഴുവൻ, വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ജനം മുഴുവൻ, വിശ്വാസികളായിരുന്നവർ. അവർ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കീഴിൽ അവരായിരുന്നു. ദൈവത്തിൻ്റെ മേഘസ്തംഭത്തിന് കീഴിൽ അവർ മുൻപോട്ട് കടന്നുപോയി. ആ മേഘസ്തംഭ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്തെല്ലാം നന്മകൾ അവർക്ക് കിട്ടുവാൻ സാധിക്കുമോ ഇതെല്ലാം ഇവർ അനുഭവിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് കടന്നുപോയി. ഇത് മാത്രമല്ല അവർക്ക് ലഭിച്ചത്, ദൈവം അവർക്ക് ആത്മീയാഹാരവും ആത്മീയ പാനീയവും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കൂട്ടം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഒരു കൂട്ടം അനുഗ്രഹപ്രദമായി നടക്കുമ്പോൾ അതിൽ കൂടി വന്ന് നിൽക്കുന്നവർക്കും അനുഗ്രഹം. കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുണ്ടായി, കൂടി വന്ന് നിൽക്കുന്നവർക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ബട്ട് ആ അനുഗ്രഹമല്ല നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവർ വിശ്വാസത്താൽ ഇവർ തുടങ്ങിയെങ്കിൽ ഇവർ അല്പം മുൻപോട്ട് കടന്നു വരുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചു? വായിച്ചോട്ട് അതിൻ്റെ നെക്സ്റ്റ് വേർഡ്, 5-ാമത്തെ വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, ഇന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പലരിലും എന്ത് ചെയ്യത്തില്ല? ശ്രദ്ധിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റില്ല. ഇന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പലരിലും എന്ത് ചെയ്യത്തില്ല? ഇറങ്ങിത്തിരിച്ചിരിക്കുമ്പോൾ മൊത്തമായിട്ട് പറയും, നോക്കിയാൽ പറയും, ഇവരെല്ലാം എങ്ങോട്ട് യാത്ര ചെയ്യുന്നവരാ? കനാൻ നാട്. എങ്ങോട്ടാ പോകുന്നത്? കനാൻ നാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെങ്കിൽ കനാൻ നാട്ടിൽ ചെന്നെത്തണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകമായിരിക്കുന്ന ക്വാളിറ്റി നമ്മളുണ്ടായിരിക്കണം. ആദ്യം എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം പഠിച്ചു, പ്രത്യാശയുടെ സ്വീകാരവും ധൈര്യവും നാം എന്ത് ചെയ്താൽ? മുറുകെ പിടിച്ചാൽ. അപ്പോൾ മനസ്സിലാക്കണം, തുടക്കത്തിൽ മുറുകെ പിടിച്ചതുപോലെ എൻഡ് വരെ മുറുകെ പിടിച്ചില്ല എങ്കിൽ അങ്ങേയല്ലത്തില്ല. മനസ്സിലായോ? അങ്ങ് ചെന്നെത്തണമെങ്കിൽ അത് വ്യക്തിപരമായിരിക്കുന്ന ബന്ധമാണ്. ആ ബന്ധം കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങ് ചെല്ലാനായിട്ട് സാധ്യമല്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇത്രമാത്രം സ്പിരിച്വലി ബ്ലെസ്ഡ് ആയിരിക്കുന്ന ജനം, ദൈവത്തിങ്കൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം, ദൈവം തന്നെ എൻ്റെ ജനമെന്ന് പറയുവാൻ സാധ്യമായി തീർന്നവർക്ക് ഇവർക്ക് വാഗ്ദത്തനാട് ചെന്നെത്താൻ സാധിച്ചില്ല. എന്താ അതിന് കാരണമായിരിക്കുന്നത്? പറഞ്ഞത്, അവരിൽ മിക്ക പേരിലും ദൈവം
പ്രസാദിച്ചില്ല. ശ്രദ്ധിച്ചോണേ ഈ ഒരു ഭാഗം. നാം സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെ നോക്കിക്കൊണ്ട് ഒന്ന് പറയണം, നല്ലവാ കുഞ്ഞെ, നന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അടയാളം. എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ദൈവത്തിലുള്ള എൻ്റെ സന്തോഷം അത് നാളുകൾ കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവമായിട്ട് ദൈവത്തിന് വളരെ പ്ലീസ്ഡാണ്. മനസ്സിലായി? ദൈവത്തിന് എന്നിൽ പ്രസാദമായിരിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവത്തിൽ പ്രസാദം, അവിടെ ആ കമ്മ്യൂണിയൻ, ആ ഫെലോഷിപ്പ് വരുന്നത്. ആ ഫെലോഷിപ്പ് വരുമ്പോഴാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത് ഞാൻ സ്വർഗത്തിൽ പോകാൻ എലിജിബിൾ ആണെന്നുള്ളത്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഇപ്രകാരം പറഞ്ഞിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ, ശുശ്രൂഷയുടെ ആരംഭത്തെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു വേർഡ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദ്. കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗത്തിലൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. കർത്താവായ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇവനിൽ ഞാൻ. എവിടെയാ തുടങ്ങിയത്? യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയം മുതൽ യേശു ക്രിസ്തുവിൻ്റെ സ്പിരിച്വൽ ലൈഫിൽ വളർച്ചയെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ വളർച്ചയോടൊപ്പം തന്നെ ഒരു കാര്യം സാക്ഷ്യമായിട്ട് വെളിപ്പെട്ടു, യേശുവിൽ ആര് പ്രസാദിച്ചെന്ന്? ദൈവം പ്രസാദിച്ചെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സാക്ഷ്യം നമുക്കില്ലെങ്കിൽ ഒരു വലിയ ചോദ്യചിഹ്നം നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്താ ഇവിടുത്തെ വിഷയം? ഈ സാക്ഷ്യം കിട്ടും, ആർക്ക് കിട്ടും? ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുന്നുവെങ്കിൽ. നമ്മൾ ഇറങ്ങിത്തിരിച്ച സമയം തൊട്ട് മുൻപോട്ട് ഉള്ള പ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾ അന്ന് 40 വർഷം മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചതുപോലെയാണ് രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഇവിടുന്ന് കർത്താവ് നമ്മളെ മാറ്റുന്ന സമയം വരെയുള്ള നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂ പ്രയാണമാണ്. അതൊരു പക്ഷേ 20 കൊല്ലമായിരിക്കാം, 40 കൊല്ലമായിരിക്കാം, 80 കൊല്ലമായിരിക്കാം, എത്ര കൊല്ലമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവ് എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുന്ന കാലം വരെയുള്ള കാലമെന്ന് പറയുന്നത് എനിക്ക് ഒരു മരുഭൂ പ്രയാണമാണ്. ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം എന്നെ വെച്ചിരിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം എന്നിൽ കൂടെ വെളിപ്പെടുമോ എന്ന് കാണാൻ. ഞാൻ ഇറങ്ങിത്തിരിച്ച വിശ്വാസത്തോടാണ്. ഇറങ്ങിത്തിരിച്ചപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഞാൻ വെളിപ്പെടുത്തി. മുൻപോട്ട് ഞാൻ കടന്നുപോയി ദൈവത്തിൻ്റെ കൽപ്പനയും എല്ലാം അനുസരിച്ചുകൊണ്ട് ഇപ്പം നാടും വിട്ടു വീടും വിട്ടു വേർപെട്ട കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് ആരാധന കഴിച്ചു പോകുന്നത് കൊണ്ട് എല്ലാം കിട്ടിയെന്നല്ല. ഓരോ ദിവസം തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, ഞാനൊരു വിശ്വാസിയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മനസ്സിലായോ? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഈ രഫീദിമിലെ കൊണ്ടുവന്നപ്പോൾ മുഴുവൻ പാറക്കെട്ടുകളാകുന്നുവെങ്കിലും ഈ പാറക്കെട്ടുകളുടെ മുൻപിൽ അവർ 2 ചോദ്യമാണ് ഉണ്ടായത്. ഒന്ന്, അവർ തന്നെ ചിന്തിച്ചു, യഹോവ നമ്മുടെ ഇടയിലുണ്ടോ ഇല്ലയോ? എന്താ മേളിൽ നിൽക്കുന്നേ? പ്രവൃത്തി എന്ന ദൈവം വെളിപ്പെടുത്തി. ഇസ്രായേൽ മക്കളോട് കൃപ തോന്നി. അവർ വേണ്ടതായിരിക്കുന്ന ആഭരണങ്ങളും മറ്റെല്ലാം കൊടുത്തുകൊണ്ട് ഇവരുടെ മാവും തൊട്ടിയും എല്ലാം എടുത്തുകൊണ്ട് ഓടി. ഈ മിസ്രൈമർ ഇവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരല്പം കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ചെയ്തു? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫറവോൻ ഒരല്പമെങ്കിലും ഒരു മാനുഷിക ബുദ്ധി വെച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഫറവോൻ ഒരു കാര്യം അറിയാം, ഈ ജനത്തിൻ്റെ പിന്നാലെ പോയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാശം. എന്നാലും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഫറവോനെ, ഇത് നിന്റെ കുഴപ്പമല്ല, ഇത് കുഴപ്പമെന്ന് പറയുന്നത് ഹൃദയം കഠിനപ്പെട്ടു പോയി എന്നുള്ളതാ. ദൈവമക്കൾ മനസ്സിലാക്കണം, ഹൃദയം കഠിനപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്നോ, സഭയ്ക്ക് എന്ത് ദോഷം ചെയ്യുമെന്നോ ഒരു മനുഷ്യനും പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ശക്തിക്കെതിരായിട്ട്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനമായിരിക്കും ഹൃദയം കഠിനപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്താ വിഷയം എന്നറിയാമോ? ഹൃദയം കഠിനപ്പെടരുത്.
സ്വർഗത്തിൽ കടന്നു പോകുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു മാർഗമുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധവചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഇന്നസെൻസി ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അറിവിലല്ല ഇന്നസെന്റ് ആകേണ്ടത്, ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ ഇന്നസെന്റ് ആകണം. എന്നാൽ മറ്റുള്ള കാര്യത്തിൽ ഞാൻ ബുദ്ധിയുള്ളവനുമാകണം. അല്ലെങ്കിൽ പോഷത്വമായിരിക്കും ജീവസ്. മനസ്സിലാവുക ഞാൻ പറഞ്ഞ വേർഡ്? ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു കുഞ്ഞായിട്ട് എത്ര വർഷം എത്ര കാലം അവൻ്റെ അടുക്കൽ കടന്നില്ലാമോ ആ ചെല്ലുന്നതാണ് ദൈവം പ്രസാദിക്കുന്നത്. ഒരു മച്ചുവർ പേഴ്സണായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ, ശിശുവിനെ പോലെ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ ഒരു മച്ചുറായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നേ? അപ്പൊ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എൻ്റെ ശിഷ്യത്വത്തെ എനിക്ക് വിട്ടുകളയുവാൻ സാധ്യമല്ല എന്ന ഹൃദയ കാഠിന്യം കടന്നു വരുമ്പോൾ, മനസ്സ് കഠിനപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാലും ആ പ്രവർത്തനത്തിന് വില കൊടുക്കാതെ അതിൻ്റെ പിന്നാലെ എതിരായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഹൃദയം കഠിനപ്പെട്ടവരുടേതായിരിക്കും ചില ദുഷ്ടമായിരിക്കുന്ന പെരുമാറ്റം. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മക്കൾ ഗ്രഹിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു ശുദ്ധ മനസ്സോടുകൂടെ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നത്, പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു പുതുക്കം നടക്കണം. എൻ്റെ ഉള്ളിൽ ഒരു പുതുമ ഉണ്ടാകണം. ഒരു പുതുമ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എന്താ ഈ ജനത്തിനുണ്ടായിരുന്ന ഒരു കുഴപ്പമെന്ന്? വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചു, അല്പം മുൻപോട്ട് കടന്നുപോയി. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, പൊളിറ്റിക്സ് കളിക്കുവാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ആ കളിച്ചതുകൊണ്ട് സംഭവിച്ചത് ഹൃദയം കഠിനപ്പെട്ടു പോയി, നശിച്ചു. ഞാൻ ഇന്ന് രാത്രി ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗത്തിൽ കടന്നു പോകാൻ അല്പം ബുദ്ധിമുട്ടാണ്, നരകത്തിൽ കടന്നു പോകാൻ വളരെ ഈസിയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ കടന്നു പോകത്തില്ല. ആദ്യ വിശ്വാസം അവസ്ഥാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വേദവസ്തുവും എടുത്തുകൊണ്ട് മരിക്കുന്നവരെ പള്ളി പോയതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന അല്ല ദൈവത്തിന്റെ വിശുദ്ധവചനം പഠിപ്പിക്കുന്നത്. നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. നിന്റെ ഹൃദയം ശുദ്ധമാണ്. ഹൃദയ കാഠിന്യം ഇല്ലാതിരുന്നാൽ ദൈവത്തിൻ്റെ വഴിയെ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ദൈവം ഇവിടെ പറയുന്നത്? രഫീദ് ചെങ്കടലിലേക്ക് ദൈവം ഇവരെ കൊണ്ടുവന്നു. മുൻപിൽ ചെങ്കടലാണ്, പിൻപിൽ മിസ്രൈം സൈന്യമാണ്. ഇവിടെ വെച്ച് ദൈവം മോശ എന്നിട്ട് വടി നീട്ട്, ഈ ചെങ്കടൽ ഉണങ്ങിയതലമായി തീരും എന്ന് കൽപ്പിച്ചിട്ട് മോശ തൻ്റെ കയ്യിലിരുന്ന വടി അങ്ങോട്ട് നീട്ടിയപ്പോൾ ഈ ചെങ്കടൽ ഉണങ്ങിയ നിലമായി തീർന്നത് കണ്ട ഇസ്രായേൽ മക്കൾക്ക് ഒന്ന് വിശ്വസിക്കാമായിരുന്നു, ഈ രഫീദിമിൽ കൊണ്ട് എന്നെ നിർത്തിയ സ്ഥാനത്ത് എൻ്റെ ചെങ്കടലിന്റെ മുൻപിൽ ഞാൻ നിന്നപ്പോൾ എനിക്ക് വേണ്ടി വഴി തുറന്ന ഒരു ദൈവമുണ്ട്. അന്ന് മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല വഴി തുറന്നത്, ഈ ദൈവം എനിക്ക് രഫീദിമിൽ വെള്ളം തരുവാൻ ശക്തനെന്ന് വിശ്വസിക്കാമായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം പിടിപ്പിച്ച വിടുതലിനെ ഒന്നോർത്തുകൊണ്ട് ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളത്തെ പ്രശ്നത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തൻ. ഇന്നത്തെ പ്രശ്നത്തിന്റെ മുൻപിൽ ഇന്നലെ നിന്നെ വിടുവിച്ച ദൈവത്തിന്റെ കരങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്നത്തെ പ്രശ്നത്തിൽ വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഹൃദയം കഠിനപ്പെട്ടുവെന്ന് അറിയുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഇറങ്ങിത്തിരിച്ചവർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ 5 പാപ സ്വഭാവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം വീണ്ടും പെട്ടെന്ന്
ഞാൻ ആ വിഷയത്തിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഓടിച്ച് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, വേഴ്സ് 7. ഒന്നാമത് അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചവർ വിഗ്രഹാരാധികളായി. ദ ഫസ്റ്റ് സിൻ, വിഗ്രഹാരാധന, ഐഡൽട്രി. അതിനു മുൻപ് വേഴ്സ് 6, അവർ മോഹിച്ചതുപോലെ നാമും ദ ഫസ്റ്റ് വൺ ലസ്റ്റ്, ദുർമോഹം. സെക്കൻഡ് വൺ ഐഡൽട്രി. തേർഡ് വൺ അതിൻ്റെ 8-ാമത്തെ വാക്യം ഫോർണിക്കേഷൻ, ഫോർണിക്കേറ്റ്, പരസംഗം. 4 10-ാമത്തെ വാക്യം. അതിനു മുമ്പ് പരീക്ഷിച്ചു, അതാണ് മെരീബ, കലഹം. പരീക്ഷിച്ചു എന്ന് ടെംപ്റ്റ് ചെയ്ത്, നല്ല ദൈവത്തോടെ ഒരു മത്സരിച്ചു, റെബല്യൻ. അവസാനത്തെ 10-ാമത്തെ വാക്യം പെർവെർത്തു, മർമേർഡ്. അപ്പം ഇതെല്ലാം ഏതിൻ്റെ സ്വഭാവമാണെന്നറിയാമോ? കഠിനഹൃദയത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. കഠിനഹൃദയം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവർക്ക് എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞു അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. തിരിച്ച് വന്നാട്ടെ, എബ്രായലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് എന്താണോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട് 2 കാര്യമാണ് ഇവർക്ക് സംഭവിച്ചത്. വേഴ്സ് 10, 10-ാമത്തെ വാക്യം, വേഴ്സ് 10. അപ്പോൾ ഹൃദയം കഠിനപ്പെട്ടപ്പോൾ ആദ്യം സംഭവിച്ചത്, എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ. അവർ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നത്, എപ്പോഴും അവരുടെ സ്ഥിരത അതായി. ഓൾവേസ്, എപ്പോഴും അവർ ഹൃദയം കൊണ്ട് തെറ്റിപ്പോകുന്നു. കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. 2-ാമത്തത്, എൻ്റെ വഴികളെ അറിയാത്തവർ, they do not know the ways of God. ദൈവത്തിൻ്റെ വഴി അവർക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വഴി അവർക്കറിയത്തില്ല. ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിച്ച 2 വീക്ക് പോയിന്റ്സ്, ഇതിൻ്റെ പരിണിത ഫലങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടിരിക്കുന്ന ഓരോന്നും. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത്, ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പാപത്തിന് ചതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഹൃദയം കഠിനപ്പെടുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹൃദയം കഠിനപ്പെടുന്നതിൽ കൂടെ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ വഴി മുഴുവൻ തെറ്റായിരിക്കുന്നു. അവരുടെ ഹൃദയം തെറ്റിപ്പോയി, ദൈവമായിട്ട് അവർക്കൊരു ബന്ധമില്ലാതായി. അതുകൊണ്ട് പിന്നീട് സഞ്ചരിക്കുന്നത് അവരവരുടെ സ്വന്തം വഴിക്ക് സഞ്ചരിക്കും. 1-2 വാക്യം വായിച്ചിട്ട്, സദൃശവാക്യം 29-1, സദൃശവാക്യം Proverbs chapter 29 verse 1, 29th chapter verse 1, 29-1. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ. എന്തുകൊണ്ടാണ് ശാഠ്യം കാണിക്കുന്നത് അറിയാമോ? ഹൃദയത്തിൻ്റെ കാഠിന്യം. ഹൃദയത്തിൻ്റെ കാഠിന്യം. അതുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് വേഴ്സ്, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5, റോമർ 2:5. ശ്രദ്ധിക്കണം, വേർഡ് നമ്മൾ ശരിയായിട്ട് നമ്മൾ പഠിച്ച ഭാഗമാണ്. എന്നാൽ നിന്റെ കാഠിന്യത്താലും, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, 2 കാര്യങ്ങൾ. 1, നിന്റെ കാഠിന്യം. 2, അനുതാപമില്ലാത്ത ഹൃദയത്താലും. ആരെക്കുറിച്ചാണ് പറയുന്നറിയാമോ? വിശ്വാസിയോട്. എന്തുവാ വിശ്വാസിയോട് പറയുന്നത്? നിന്റെ കാഠിന്യം. 2, അനുതാപമില്ലാത്ത ഹൃദയം. ഈ 2 കാര്യങ്ങൾ നിന്നെ കൊണ്ട് എത്തിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് എന്ത് ചെയ്യുക?
കോപ ദിവസത്തേക്ക് നീ ചരതിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ഓരോ പ്രാവശ്യവും നമ്മൾ മറുതലിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മുടെ ഹൃദയം കഠിനപ്പെടുമ്പോൾ, ഓരോ പ്രാവശ്യവും നമ്മുടെ മനസ്സ് കഠിനപ്പെട്ടുകൊണ്ട് ആ പ്രവൃത്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ കോപം, നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ഒരു ഭാഗം, ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ കോപം കടന്നു വന്ന സമയത്ത് വേണമായിരുന്നുവെങ്കിൽ ദൈവത്തിന് എന്താ ചെയ്യാമായിരുന്നു? ദഹിപ്പിച്ച് കളയാമായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തില്ല? ചെയ്തോ കുഞ്ഞെ? നീ ചെയ്തോ? ദൈവം അലവ് ചെയ്തു. ഒന്ന് മനസ്സിലാക്കിക്കോണം, തെറ്റ് ചെയ്യുവാൻ ചില അലവൻസ് ദൈവം തരുന്നെന്ന് ചിന്തിക്കരുത്. നാളെ അതിനുവേണ്ടി ദൈവം കൂട്ടിവെച്ചിരിക്കുക. ഇന്ന് ശിക്ഷിക്കപ്പെടാത്തോട് ചിന്തിക്കരുത് ഞാൻ എല്ലാത്തിലും മിടുക്കനാണെന്ന്. കാരണം ദൈവം ഓരോരുത്തർക്കും കണക്ക് കൂട്ടി 1+1 2, 2+1 3 ഇങ്ങനെ ദൈവം കൂട്ടി വെച്ചുകൊണ്ട് പോകുക. എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് അബ്രഹാമിന് വാഗ്ദത്ത നാട് അബ്രഹാമിൻ്റെ കാലുകൾക്ക് അവകാശമാക്കുവാൻ സാധ്യമായിരുന്നില്ലെങ്കിൽ അമോര്യരുടെ അതിക്രമം തികഞ്ഞ ഒരു ദിവസമുണ്ട്. അന്ന് യോശുവ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാട് അവകാശമാക്കി കൊടുത്തുവെങ്കിൽ അത്രയും കാലം ഇവരുടെ അകൃത്യങ്ങൾ കൂട്ടി വെച്ചിട്ട് ദൈവം ആ ദേശത്തെ പൂർണ്ണമായിട്ട്, ഇസ്രായേൽ മക്കളുടെ പാപം കൊണ്ടാണ് ആ ദേശത്തിൽ ഒന്നെങ്കിലും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒറ്റ പോലും ജീവനോടെ കാണത്തില്ല. മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ മറ്റൊന്നുപോലും ജീവനോടെ കാണത്തില്ല. കാരണം ദൈവം തന്റെ കോപം കൂട്ടി വെച്ചിട്ട് ഇവരുടെ പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, ഇവരുടെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവം ഒരവസരം വെച്ചു. തുടക്കം എവിടായിരുന്നു? വിശ്വാസത്തോടെ തുടങ്ങി ഇറങ്ങിത്തിരിച്ചു നൽകിയ ജനം അവരുടെ മരുഭൂ പ്രയാണത്തിൽ അവർക്ക് ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളാണ് അവരാരെന്ന് വെളിപ്പെടുത്തിയത്, അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തിയത്. എനിക്കറിയത്തില്ല, മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ പ്രശ്നമാണ് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തി, ഞാൻ ദൈവപൈതലോ അല്ലയോ എന്ന് വെളിപ്പെടുത്തുന്നത്. പുത്തൂര് കൺവെൻഷന്റെ മധ്യത്തിൽ ഒരു ഭയങ്കര അടി നടന്നു. യാക്കോബ അച്ഛന്മാരാ കയറി അടിച്ചത്. ഈ അടി കൊണ്ട് ആ ഓർഗനൊക്കെ വായിച്ച പയ്യൻ എന്നെ കഴിഞ്ഞ ദിവസം ഓർഗൻ കാണിച്ചിട്ട്, പാസ്റ്റർ ഇവിടെ പൊട്ടിന്നൊക്കെ എന്നോട് പറഞ്ഞു. ഭയങ്കരമായിട്ട് പ്രയാസമുണ്ടായി. നമ്മുടെ ഒരു ദൈവദാസനെ ശരിയായിട്ടിട്ട് അടിച്ചു. എല്ലാവരും പറഞ്ഞു വളരെ ഈസിയായി. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ പാസ്റ്റർ സിജുവിനോട് ചോദിച്ചു, കുഞ്ഞെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, 1-2 മിനിറ്റ് ഞാൻ എവിടെയാണെന്ന് പോലും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ശരിയായിട്ട് തിരുമ്മിയപ്പോൾ ആ വേദനയൊക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും അടി മേടിച്ചതിന് ശേഷം അതിന് അടുത്ത ദിവസം നമ്മുടെ കേരള കോർഡിനേറ്റർ ജോർജ് പാസ്റ്റർ എഴുന്നേറ്റുകൊണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഈ യാക്കോബയിലെ അച്ഛൻ താമസിക്കുന്ന ഒരു പ്രസ്താവന പ്രസ്താവിച്ചു, ഞങ്ങളെ അടിച്ചവരോട് ഞങ്ങൾക്ക് യാതൊരു പിണക്കമില്ല. ഞാൻ പറഞ്ഞു വന്ന എന്നാണെന്നറിയാമോ? നമ്മുടെ പ്രവൃത്തിയാണ് വെളിപ്പെടുത്തുന്നത്. ഹൂ ആം ഐ? ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രശ്നം, ജീവിതത്തിൽ കടന്നു വന്നൊരു പ്രയാസം, ജീവിതത്തിൽ കടന്നു വന്നൊരു ബുദ്ധിമുട്ട്. എന്നാൽ ആ ബുദ്ധിമുട്ട് ഒരു കാര്യം വെളിപ്പെടുത്തി, ഞാൻ ആരാണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തി. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളും ഒന്നാടിക്കണം വെളിപ്പെടുത്തേണ്ടത് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണം. മറിച്ച് വെളിപ്പെടുത്തുന്നുവെങ്കിലേ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഹൃദയം. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവർ എപ്പോഴും ഹൃദയത്തിൽ തെറ്റിപ്പോകുന്നവർ. ദൈവം പറയുകയാണ്, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയം, നിന്റെ കാഠിന്യമുള്ള ഹൃദയം. എന്നാൽ ദൈവത്തിന്റെ കോപ ദിവസത്തേക്ക് നീ ദൈവത്തിന്റെ കോപം കൂട്ടിവെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവം ഒന്നിനു പോലും കണക്ക് കൊടുക്കാതെ ദൈവം വിടത്തില്ലെന്ന്. വേറെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ എണ്ണി ദൈവം കണക്ക് ചോദിക്കും. നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകക്കാർ പറയുന്നു, നാം നമ്മുടെ സകല പ്രവൃത്തികൾക്ക് ദൈവത്തിന് മുൻപാകെ കണക്ക് കൊടുക്കേണ്ടി വരും. അത് രഹസ്യമോ പരസ്യമോ ആയിക്കൊള്ളട്ടെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരണമായിരിക്കും ശിക്ഷയായിരിക്കും നാളെ ഞാൻ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നില്ലായിരിക്കാം. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം,
എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെ ആകുന്നുവെന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ ഹൃദയത്തിന് സംഭവിച്ച ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇവിടെ അവരുടെ ഹൃദയമെന്ന് പറയുന്നത് കഠിനപ്പെട്ടു. അതുകൊണ്ട് എപ്പോഴും അവർ തെറ്റിപ്പോയവരായി. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവരറിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി. ദയവായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ നാളുകൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു വാക്യം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവം മോശയ്ക്ക് തൻ്റെ വഴിയും ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ പ്രവൃത്തികളെയും അറിയിച്ചു. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. രണ്ട് കൂട്ടം കാര്യങ്ങൾ മനസ്സിലാക്കി. മോശയ്ക്ക് ദൈവം വഴിയെ പഠിപ്പിച്ചു, ഇസ്രായേൽ മക്കൾക്ക് പ്രവൃത്തിയെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ അപ്പം തിന്നു, മോശ അപ്പം കിട്ടിയ വഴി മനസ്സിലാക്കി. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നേ? മോശ അപ്പം വന്ന വഴി മനസ്സിലാക്കി. ആരെ മനസ്സിലാക്കി? ദൈവത്തെ മനസ്സിലാക്കി. ഇസ്രായേൽ മക്കൾ എന്തോ തിന്നു? അപ്പം തിന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അപ്പം തിന്ന് തൃപ്തരായതുപോലെ ആയിരിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പം തിന്ന് തൃപ്തരായിട്ടല്ല ഇരിക്കേണ്ടത്. അതിനപ്പുറത്തെ ദൈവത്തിൻ്റെ പ്രൊവിൻസ്, ദൈവം എത്രമാത്രം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് അനുഗ്രഹമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇൻ ഫ്യൂച്ചറിൽ കടന്നു വരാൻ പോകുന്ന ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രശ്നങ്ങളെയും വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ സകല പ്രശ്നങ്ങളുടെയും നടുവിൽ നിങ്ങൾക്ക് ഇന്ന് കടന്നു വരുന്ന പ്രശ്നങ്ങളോ നാളെ കടന്നു വരുന്ന പ്രശ്നങ്ങളോ ആകട്ടെ, ശരിയായിട്ട് നിങ്ങൾ അല്ലാത്ത പരീക്ഷ ദൈവം നേരിട്ടിട്ട് ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുമിതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോട് നീക്കുപോക്ക് തരും. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഇപ്രകാരം പാടി, കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നുന്ന സൂര്യശോഭ ഞാൻ കാണും. എന്തുവാ കാണുന്നത്? മഴവില്ല കാണുന്നത്. മഴവില്ല കാണുമ്പോൾ കർത്തദാസന് ഒരു കാര്യം മനസ്സിലായി, ഇനിയും മഴ പെയ്യാൻ പോകുന്നില്ല. പക്ഷെ ചുറ്റുപാട് മുഴുവൻ കാണുന്നത് കാർമേഘമാണ്. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ്. ആ കാർമേഘത്തിലെ മഴവില്ലിനെ ഒന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവിടെയാണ് നിന്റെ മഴ നിൽക്കുവാൻ പോകുന്നത്. നിന്നെ നഷ്ടപ്പെടുത്തുന്ന, നിന്നെ ദഹിപ്പിക്കുന്ന, നിന്നെ നശിപ്പിക്കുന്നതുമായിരിക്കുന്ന സംഹാരകന്റെ കരങ്ങൾ അവിടെ അവസാനിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും ആ മഴവില്ല് കാണുവാൻ സാധിക്കാതെ വെറുതെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പോട്ട് കടന്നു പോട്ടെ. ഇവിടെ ഈ വിഷയം എനിക്ക് അവസാനിക്കും. ഇവിടെ നമ്മൾ കണ്ട ഭാഗമെന്ന് പറയുന്നത് ഹൃദയം കഠിനപ്പെട്ടു. ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയം തെറ്റിപ്പോയി. അവരുടെ ഹൃദയം എല്ലായ്പ്പോഴും തെറ്റിപ്പോയി. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന വഴിയിൽ കൂടെയല്ല അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന് അനുയോജ്യമായ രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. രണ്ട് കാണുന്നത്, ദൈവത്തിന്റെ പ്രവർത്തനം അവർക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം അവരപ്പം കിട്ടുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് മഞ്ഞ അവർ പെറുക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് അറിയത്തില്ല. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് അറിയത്തില്ല. അവരുടെ മേളിൽ മേഘസ്തംഭമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് അറിയത്തില്ല. അവരെ കടന്നു വന്ന നശിപ്പിക്കുവാൻ കടന്നു വന്ന അമാലേക്കിനെ തോൽപ്പിച്ചു, എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് അറിയത്തില്ല. പടിപടിയായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ പിന്നാലെ അനുഗ്രഹം കൊടുത്തു. പ്രിയ കുഞ്ഞായി, എന്തിനായി അനുഗ്രഹം കൊടുത്തെന്നറിയാമോ? വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവം ഒന്ന് പറഞ്ഞു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ദേശം അവകാശമാക്കാൻ പോവുക. അവിശ്വാസമുള്ള കൂട്ടമേ, നിന്നെ കൊണ്ട് നശിപ്പിച്ചാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് അക്കരെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ദൈവം ഈ മരുഭൂമിയിൽ അത്ഭുതം ചെയ്തത്. മരുഭൂമിയിൽ വൺ ആഫ്റ്റർ അനദർ ദൈവം അനുഗ്രഹങ്ങൾ തന്നതിന്റെ ഒരു കാരണം, ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു ജനമാണ് വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവരെ ദൈവം നോക്കിയേ പറ്റത്തുള്ളൂ. എന്താ ഇവിടുത്തെ വിഷയം? ഇവർ തെറ്റിപ്പോകുന്ന ജനമാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ പാപത്തെ എല്ലാം ദൈവം കൂട്ടി വെക്കുക. എന്തിനു വേണ്ടി? അവസാനം നമ്മൾ കാണുന്ന ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. 11-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ദൈവത്തിൻ്റെ ക്രോധം ജ്വലിക്കുക. എന്തിനാ ചെയ്തത്? ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാണ് പെട്ടെന്ന്. ആ തലമുറയോട് എനിക്കെന്തുണ്ടായി? ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തെ എന്തിലേക്ക് നടത്തി? അവരെ നീരസത്തിലേക്ക് നടത്തി. അതുകൊണ്ട് ദൈവം ഫൈനലി ഒരു കാര്യം കൊണ്ട് അങ്ങ് പ്രസ്താവിച്ചു. എന്ത് പ്രസ്താവിച്ചു? നീ ഒന്നും
ഇറങ്ങിത്തിരിച്ച വിശ്വാസികളായിട്ട് മന്നയും എല്ലാം ദിനംതോറും ഭക്ഷിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഒരവസരം നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്നെ നാളെ ഞാൻ അങ്ങോട്ട് നടത്താൻ പോവുക. എങ്ങോട്ടാണ് നടത്തുന്നറിയാമോ? നിനക്ക് ഞാൻ നിനക്ക് ഇറച്ചി തരാൻ പോവുക. അവിടെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിക്കാൻ പോവുക. എന്തുവാണെന്നറിയാമോ? ഇറച്ചി നിൻ്റെ വായിലിരിക്കുമ്പോൾ പുറത്തൊരു കൂട്ടം ജനമുണ്ട്. നിന്നെ നശിപ്പിച്ചിട്ടാണ് ദൈവം അടുത്ത പടി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ, അവരുടെ മരുഭൂ പ്രയാണത്തിൽ കടന്നു വന്നായിരിക്കുന്ന ഓരോ കഷ്ടതകൾ അവരെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച മാർഗമായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ മരുഭൂ പ്രയാണത്തിൽ വന്ന ഓരോ കഷ്ടതകൾ അവരാരെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം വെച്ചതാ. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, അവരുടെ ഹൃദയം കഠിനപ്പെട്ടവരാണ്. ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവരെ എല്ലാം അവിടെ വെച്ച് ദൈവം ഒരു സമയം നോക്കിയിരിക്കുക, ഇങ്ങനെ കുന്നിച്ച് വെച്ചോണ്ടിരിക്കുക അതിക്രമങ്ങൾ. എന്നിട്ട് അവസാനം ഒരു അവസരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് എവിടെ നിൽക്കും? ദൈവം ഒരു ബാധ അയച്ചു, അതിനെ നശിപ്പിച്ചു. അവസാനം 2 പേര് വാഗ്ദത്തം അടിച്ചെന്നു. ഇന്ന് രാത്രി ശാന്തമായിട്ട് ചിന്തിക്കണമേ. ആ ഇറങ്ങിത്തിരിച്ച് 6 ലക്ഷം പുരുഷന്മാർ, കണക്കനുസരിച്ച് 10-30 ലക്ഷം ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരുടെ മധ്യത്തിൽ 2 പേരാ ചെന്നതെങ്കിൽ നമ്മളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചോണം. എത്ര ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഹൃദയം കഠിനപ്പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെറുപ്പിൻ്റെ അനുഭവം ദൈവം നമ്മെ കൊച്ചാക്കുരിക്കുന്നില്ല.